പഞ്ചായത്തിൽ നിന്ന് വാട്ടർ അതോറിറ്റി ശുദ്ധീകരണത്തിനായി കൊണ്ടുപോകുന്ന വെള്ളം പഞ്ചായത്തിന് തിരികെ നൽകാതെ ബോധപൂർവം അവഗണിക്കുന്നതായി ഐമനം പഞ്ചായത്ത്. ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ ജലലഭ്യത കൂട്ടുന്നതിനു വേണ്ടി പലതവണ വാട്ടർ അതോറിറ്റിയിൽ ജലനിധി സമിതിയും പഞ്ചായത്ത് പ്രതിനിധികളും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിൽ കണ്ടും കത്തുകൾ മുഖേനയും അറിയിച്ചിട്ടും യാതൊരു നടപടിയും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ടാങ്കിൽ വെള്ളം നിറയാത്തതിനാൽ ഇതിന്റെ കാരണം കണ്ടുപിടിച്ച് പരിഹാരം കാണാമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും പരിഹാരമുണ്ടായില്ല. വീണ്ടും വാട്ടർ അതോറിറ്റിയിൽ എത്തിയെങ്കിലും നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് സമരക്കാർ പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഹരികുമാറും കൗൺസിലർമാരും ജലനിധി അധികൃതരും ചേർന്ന് കോട്ടയം വാട്ടർ അതോറിറ്റിയുടെ ഡിവിഷണൽ ഓഫീസ് ഉപരോധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഹരികുമാർ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന് വെള്ളം കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന് ഇവർ പറഞ്ഞു. ടാങ്കർ ലോറികളിൽ വെള്ളം കൊടുക്കുമ്പോൾ നമുക്ക് അതായത് പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം എത്താൻ വഴികൾ പോലും ഇല്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് എത്തിക്കാൻ ഞങ്ങൾ നന്നായി പാടുപെട്ടു. പല പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കാതെ വന്നു. അതൊക്കെ ഈ വാട്ടർ അതോറിറ്റിയുടെ അവഗണന കൊണ്ടാണ്. എന്നെ ശ്രമിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, ഈ കുടിവെള്ളം കൊണ്ടുപോകുന്ന പമ്പ് ഹൗസ് ഐമനം പഞ്ചായത്തിന്റെ അണ്ടറിൽ ഇരിക്കുന്ന ഒരു പമ്പ് ഹൗസിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളത്തിന് വേണ്ടിയിട്ട് ഐമനം പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കൗൺസിലർമാരായ ജെയിംസ് പാലത്തൂർ, ചിന്നമ്മ പാപ്പച്ചൻ, മറ്റ് അംഗങ്ങൾ, ജലനിധി അധികൃതർ, നാട്ടുകാർ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.